നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. അവന്റെ കണ്ണുകളുടെ ദിശ മാറുന്നത് മനസ്സിലായ പെണ്ണ് ഒരു വിറയലോടെ ശബ്ദമിട്ടി അവനെ വിളിച്ചു. ആ പൊക്കോ നീ, പക്ഷെ എന്നെ തോൽപ്പിച്ചിട്ട് എന്റെ കൂടെ നിന്നെന്നെ ചതിച്ചിട്ട് അങ്ങനെ നിന്നെ ഞാൻ വെറുതെ വിടുന്ന് ഓർത്തോ നീ? അവൻ പറഞ്ഞതും അവൾ പകപ്പോടെ അവനെ നോക്കി. അടുത്ത നിമിഷം ആൽഫി അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു. അവളുടെ മുകളിലേക്ക് കിടന്ന് രണ്ടു വശവും കൈകുത്തി അവൾ ലോക്ക് ചെയ്തു. വിഴിഞ്ഞുപോയ കണ്ണാലെ അവൾ അവനെ നോക്കി. എന്നാൽ ആൽഫിയുടെ കണ്ണുകൾ പേടി കൊണ്ട് ഉയർന്നു പോകുന്ന അവളുടെ മാരണങ്ങളിലായിരുന്നു. എന്റെ മിന്ന് നിന്റെ കഴുത്തിലണിയിച്ച് നിന്റെ സമ്മതത്തോടെ നിന്നെ എന്റേത് മാത്രമാകാൻ ആഗ്രഹിച്ചവനായി ഞാൻ. പക്ഷേ അതെല്ലാം ഇല്ലാണ്ടാക്കിയത് നീ തന്നെയാടി. അവൻ പറഞ്ഞതും അവൾ പകപ്പോടെ അവനെ നോക്കി. അടുത്ത നിമിഷം അവൻ അവളുടെ മാറിൽ നിന്നും സാരി വലിച്ചു മാറ്റി. വേണ്ട, അവൾ പറഞ്ഞു തീരെ മുമ്പേ അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നു. പൊള്ളിപ്പിടഞ്ഞു പോയ അവൾ രണ്ട് കൈകൊണ്ടും അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ ആ പ്രഹരമെല്ലാം അവനിൽ കൂടുതൽ ആവേശം കൂട്ടുകയാണ് ചെയ്തത്. നിയയുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി വന്നു. അവൾക്ക് ശ്വാസം വിലങ്ങി, കണ്ണുകൾ വിഴിഞ്ഞു. അപ്പോഴും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചില്ല. അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാതെ തന്നെ അവളുടെ ബ്ലൗസിന്റെ ഹുക്കുകൾ വേർപ്പെടുത്തി അവളുടെ മാറിടത്തെ അവൻ കൈകൾ കൊണ്ട് ഞെരിച്ചു. നീയൊന്ന് ഉയർന്നു പൊങ്ങി. ഒടുവിൽ ചുംബന തീവ്രതയിൽ ചോരച്ചു അറിഞ്ഞതും വേദനയോടെ നീ അവന്റെ പുറത്ത് അള്ളിപ്പിടിച്ചു. ആൽഫിയുടെ ചുണ്ടുകൾ അവളിൽ നിന്നും ഒന്ന് അടർന്നതും നീ ഒന്ന് ഉയർന്ന് ശ്വാസം വിട്ടു. അപ്പോഴേക്കും ആൽഫി അവളുടെ കഴുത്തിലേക്ക് തന്നെ മുഖമമർത്തി. നാവിനൊപ്പം അവന്റെ പല്ലുകൾ കൂടി അവൾ അമർന്നതും ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ അവൾ കിടന്നു. എന്നാൽ ഉള്ളിൽ കിടന്ന ലഹരിയിൽ തന്റെ പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ആവേശത്തിലായിരുന്നു. ആൽഫിയുടെ കൈകൾ അവളുടെ അണിവയറിനെ തഴുകി. നിമിഷ നേരം കൊണ്ടവൻ തനിക്ക് തടസ്സമായിരുന്ന അവളുടെ വസ്ത്രങ്ങൾ വലിച്ചൂരിക്കളഞ്ഞ് അവന് നഗ്നനായി അവളിലേക്ക് അമർന്നു. പതിയെ പയ്യെ നീയുടെ എതിർപ്പുകളില്ലാതായി. തളർന്നു പോയവളുടെ ശരീരത്തിന്റെ ഓരോ അണുവിനെയും അവൻ ചുണ്ടിനാലും നാവിനാലും ആവേശത്തോടെ തൊട്ടുനിർത്തിക്കൊണ്ടിരുന്നു. ആ രാത്രി പുറത്ത് ആർത്തലിച്ച് പെയ്യുന്ന പേമാരിക്കൊപ്പം അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. ഇച്ഛായ, നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ നേർത്ത സ്വരത്തിൽ അവൾ വേദന കൊണ്ട് ഉറക്കം വിളിച്ചു. സോറി ബാ, ഐ കാൻ കൺട്രോൾ ഇറ്റ് പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ പ്രവൃത്തി തുടർന്നു. ഓരോ തവണ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴും ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ വേദന കൊണ്ട് പൊളഞ്ഞു അവൾ. തൻ്റെ പെണ്ണിന്റെ വേദന അവളുടെ കണ്ണുനീരിൽ കണ്ട അവൻ അവളുടെ ചുണ്ടുകൾ ഒരിക്കൽ കൂടി സ്വന്തമാക്കി. അപ്പോഴും അവൻ അവളിൽ കൂടുതൽ ആഴത്തിൽ ചലിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ തളർന്ന് ബോധം മറഞ്ഞവൻ അവളിൽ നിന്നും മടന്നു മാറി വീഴുമ്പോൾ ഒന്നനങ്ങാൻ പോലും ആകാതെ കിടക്കുകയായിരുന്നു നീ. അവളുടെ കണ്ണുകൾ തനിക്കടുത്ത് ബോധമില്ലാതെ കിടക്കുന്നവരിലേക്ക് ചലിച്ചു. തോറ്റത് ഞാനല്ലേ ഇച്ഛായ? പ്രാണന്റെ പോലെ സ്നേഹിച്ചിട്ടും ആ സ്നേഹം കൊണ്ട് തന്നെ എന്നെ തോൽപ്പിച്ച് കാഞ്ഞില്ലേ? നിറകണ്ണുകളോട് അവൾ അവനെ നോക്കി പറഞ്ഞു. ബാത്റൂമിനുള്ളിലെ ഷവറിൽ നിന്നും വീഴുന്ന വെള്ളത്തിന്റെ കീഴിലിരിക്കുകയായിരുന്നു നീയ. തണുത്ത വെള്ളം വീഴുമ്പോൾ ശരീരത്തിൽ പലയിടത്തും നീറി പുകയുന്നുണ്ടായിരുന്നവളുടെ അവൾ തന്റെ ദേഹത്തേക്കൊന്ന് നോക്കി. ആൽഫിയുടെ പല്ലുകൾ പതിഞ്ഞ സ്ഥലമെല്ലാം ചുവന്ന് കിടപ്പുണ്ട്. അവ കണ്ടതും അവളുടെ ചുവന്ന മിഴികൾ നിറഞ്ഞൊഴുകി. എന്നെ ഒന്നും മനസ്സിലാക്കിയില്ലല്ലേ ചായ? ഇങ്ങനെ പിടിച്ചു വാങ്ങാനുള്ളതായിരുന്നു എന്നെ? ഇങ്ങനെയായിരുന്നു ചായന്റെ പ്രണയം എനിക്ക് നൽകേണ്ടിയിരുന്നത്? അവളൊരു ഏങ്ങിലൂടെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നെ ഇങ്ങനെ നോയിപ്പിക്കാനും മാത്രമുള്ള തെറ്റ് ഞാൻ ചെയ്തു ചായ. സങ്കടം താങ്ങാനാവാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്ന ആ പെണ്ണ് മുട്ടിലേക്ക് മുഖം പൂഴ്ത്തി. അന്ന് പുലർച്ചെ ആൽഫി കാട്ടിയെന്ന് വീട്ടിലേക്ക് എത്തിയിരുന്നു നീയ. രാവിലെ വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന നീയയുടെ കോലം കണ്ട് ഹൃദയ ഞെട്ടിപ്പോയിരുന്നു. പാറിപ്പറന്ന് അലങ്കോലമായി കിടക്കുന്ന മുടിയും ചുവന്നു നിറഞ്ഞ കണ്ണുകളും സ്ഥാനം തെറ്റി വല്ലാതെ ഉടുത്തിരിക്കുന്ന അവളുടെ സാരിയും ഒക്കെ കണ്ടതും അവരൊരു പകപ്പോടെ അവൾ നോക്കി. എന്നാൽ നിർജീവമായിരുന്നു അവൾ. റീത്തിയോടൊന്നും പറയാതെ നേരെ മുറിയിലേക്ക് പോയി ബാത്റൂമിൽ കയറി ലോക്ക് ചെയ്യുകയായിരുന്നു. ചില്ലുജനാലക്കുള്ളിൽ നിന്നുമുള്ള സൂര്യപ്രകാശം കണ്ണിലേക്ക് പതിച്ചതും ആൽഫി തന്റെ കണ്ണുകൾ ചിമ്മി തുറന്നു. തലക്കാകമാനം ഒരു വേദന തോന്നി. വലത് കൈ തലക്ക് പിടിച്ച് പതിയൊന്ന് എഴുന്നേറ്റ് കട്ടിലിരുന്നു. പതിയെ നെറ്റി തിരുമ്മി. പുകയും പോലെ അസഹ്യമായ വേദന. അവനൊന്ന് ചുറ്റും നോക്കി. തറയിൽ പൊട്ടിച്ചിതറി കിടക്കുന്ന മദ്യക്കുപ്പിയും നിലത്തങ്ങിങ്ങായി കിടക്കുന്ന അവനിട്ട വസ്ത്രങ്ങൾ കൂടി കണ്ടതും അവൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് ആൽഫി സ്വയം തന്റെ ശരീരത്തിലേക്ക് നോക്കിയത്. അവന്റെ നഗ്നമായ ദേഹം കണ്ടതും പെട്ടെന്ന് അവന്റെ തലയിലേക്ക് കഴിഞ്ഞ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ മിന്നിമാഞ്ഞു. ഇവ അവന്റെ മനസ്സിലൂടെ ഇവയുടെ കഴിഞ്ഞുപോയ നിമിഷങ്ങൾ വ്യക്തമായ ചിത്രം പോലെ തെളിഞ്ഞു വന്നു തുടങ്ങി. ഒടുവിൽ ചുളിഞ്ഞു കിടക്കുന്ന ആ ബെഡ്ഷീറ്റിലെ ചുവന്ന രക്തത്തുള്ളികൾ കൂടി കണ്ടതും അവന് നെഞ്ചു പൊട്ടി. ഒരുപാട് നെടുക്കത്തോടെ അവൻ അതിലേക്ക് നോക്കി. ഓ ഗോഡ്, ഞാൻ എൻ്റെ പെണ്ണിനെ. അവൻ നെറ്റിയിൽ കൈവച്ചു. ഇവയെ താൻ ഇന്നലെ ബലമായി സ്വന്തമാക്കിയെന്ന് തിരിച്ചറിവ് അവനിലുണ്ടായി.
അടുത്ത നിമിഷം ഇരു കൈകളാലും തലക്ക് പിടിച്ച് അവൻ കട്ടിലേക്ക് മലർന്നു വീണു. അപ്പോൾ ഈ ചായ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ മുഖം ഉള്ളിൽ നിറഞ്ഞു നിന്നതും അവൻ്റെ നെഞ്ചിൽ നേറി. തൽഫലമെന്നോണം ആൽഫിയുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അവൻ്റെ മുഖം തൊട്ട് താഴേക്ക് പതിച്ചു. മോളെ നീയ, എനിക്കറിയാം മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എന്നോട് അതെന്താണെന്ന് പറയാൻ മോൾക്ക് പറ്റുന്നില്ലെങ്കിൽ ആൻറ്റി ചോദിക്കുന്നില്ല. പക്ഷെ ഇതാ മോളുടെ മമ്മി ഫോണിൽ വിളിക്കുന്നുണ്ട്. അവളോടൊന്ന് സംസാരിക്കും മോള്. ഞാൻ ദേ ഈ ഫോണ് കട്ടിലേ വെക്കുക. എൻ്റെ കുട്ടിയെ നിന്റെ മമ്മിയോടൊന്ന് സംസാരിക്കുക പ്ലീസ് മോളെ. ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി റീത്ത വിഷമത്തോടെ പറഞ്ഞു. രാവിലെ മുതൽ ബാത്റൂമിൽ ഇരിക്കുകയാണ് നീയ. നേരം ഒരുപാടായി. അകത്തിന്ന് വെള്ളം വീഴുന്ന ഒച്ചക്കൊപ്പം അവളുടെ ഏങ്ങലരികിൽ കൂടി കേട്ടപ്പോൾ സഹിക്കാൻ പറ്റാതെയാണ് റീത്ത ജൂലിയെ വിളിച്ചത്. ഈ സമയം നീക്ക് തൻ്റെ മമ്മിയായിരിക്കും ആവശ്യമെന്ന് അവർക്ക് തോന്നി. തൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അവളുടെ കട്ടിലേക്ക് വെച്ച് റീത്ത ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങി. നീയ മോളെ, അമ്മയുടെ ഇവക്കുട്ടി കേൾക്കുന്നുണ്ടോ? സ്പീക്കറിലിട്ടിരിക്കുന്ന ആ ഫോണിൽ കൂടി ജൂലി സങ്കടത്തോടെ വിളിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ അമ്മയുടെ ശബ്ദം കേട്ടതും നീയ ബാത്റൂമിൽ നിന്നിറങ്ങി വേച്ച് നടന്നു ചെന്ന് ഫോണിട്ട് തറയിലേക്ക് ഇരുന്നു പോയി. അമ്മേ, വിറക്കുന്ന ചുണ്ടുകളോടെ തൊണ്ടെറി അവൾ വിളിച്ചു. ഇവക്കുട്ടി എന്താടാ അമ്മയുടെ മോൾക്ക് പറ്റിയേ? മറുവശത്ത് നിന്നും ജൂലി ചോദിച്ചതും ഒരു പൊട്ടിക്കരച്ചിലൂടെ നീ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞു. സ്വന്തമായി കണ്ടവരൊക്കെ അവളെ ചതിച്ചതും ഇന്നലെ രാത്രിയിൽ ആൽഫി അവളോട് ചെയ്തതും ഉൾപ്പെടെ എല്ലാം അമ്മയോട് പറഞ്ഞ് കരഞ്ഞവൾ. നീയുടെ വാക്കുകളെല്ലാം ഒരു നെടുക്കത്തോടെ കേട്ട ജൂലിക്ക് അവളോട് തിരിച്ചു പറയാൻ ഒന്നും കിട്ടിയില്ല. എങ്കിലും അമ്മയുടെ മോള് വിഷമിക്കണ്ട, അമ്മ വരുവാ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക്. അമ്മ വന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോയി ആൽഫിയെ കാണാം. അതുവരെ എൻ്റെ മോള് പിടിച്ചു നിൽക്കണം കേട്ടോ. അമ്മ നാളെ തന്നെ അങ്ങ് എത്തും എൻ്റെ മോൾക്ക് അരികെ. ജൂലി പറഞ്ഞതും നീ ഒന്ന് മൂളി. അമ്മ തൻ്റെ അടുത്തെത്താൻ നീയും വല്ലത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നപ്പോൾ. ശിവയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ ആൽഫിയെയും നീയെയും മാനുവിനെയും മാറി മാറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആരെയും ഫോണിൽ കിട്ടുന്നില്ല. അനുവിൻ്റെ ഫോൺ അടിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയുടെ ഓപ്പറേഷനെ കുറിച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതിനാൽ അമ്മയെ ഒറ്റക്കാക്കി അവൻ തിരിച്ചു പോകാനും കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. എന്നാലും മീറ്റിംഗ് കഴിഞ്ഞ് വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആൽഫി ഇതിൽ വിളിക്കാതിരുന്നപ്പോഴേ അവൻ എന്തൊക്കെയോ സംശയം അടിച്ചിരുന്നു. ഇന്ന് രാവിലെ മുതൽ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ശിവ ഉറപ്പിച്ചു ഹരിതാത്ത് എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും അത് അറിയാനും ഉടനെ തന്നെ മുമ്പേക്ക് തിരിക്കാനും അവൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ, നീയാ മോളെ ഒന്ന് എഴുന്നേരി ചായെങ്കിലും ഒന്ന് കുടിച്ചേ. നീ ദേ ജൂലി ഇപ്പോൾ വരില്ലേ? അപ്പം മോളെങ്ങനെ ഒന്ന് കഴിക്കാതെയും കുടിക്കാതെ ഇരിക്കുന്നത് കണ്ട അവൾക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് എൻ്റെ മോളൊന്ന് എഴുന്നേറ്റ് ഈ ചായ ഒന്ന് കുടിച്ചേ. കട്ടിലിൽ ഭിത്തിയോട് ചേർന്ന് ചുരുണ്ടു കൂടി കിടക്കുന്ന നീയെ തട്ടി വിളിച്ച് റീത്ത പറഞ്ഞു. ഇന്നലെ മുതൽ ഈ കിടപ്പാണവള്. ഇതുവരെ ഒന്നും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. റീത്ത എപ്പോഴും ചെന്ന് അവൾ വിളിക്കുമെങ്കിലും നീ ആ കിടപ്പിന്ന് എഴുന്നേറ്റില്ല. നീയൊക്കെ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ റീത്തക്ക് തോന്നിയെങ്കിലും നീയുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാണും തോറും അവരൊന്നും അവളോട് ചോദിച്ചില്ല. എല്ലാം ജൂലി വരുമ്പോൾ ചോദിച്ചറിയാമെന്ന് അവരും കരുതി. പെട്ടെന്ന് പുറത്ത് കോളിമ്പേലടിക്കുന്ന ശബ്ദം കേട്ടു. ആ, ചിലപ്പോൾ ജൂലി വന്നിട്ടുണ്ടാവും. ഇന്ന് രാവിലെ തന്നെ എത്തുമെന്ന് ഇന്നലെ പറഞ്ഞതല്ലേ, അവളാവും. ഞാൻ പോയി നോക്കട്ടെ. ചിരിച്ചുകൊണ്ട് റീത്തർ പറഞ്ഞതും നീയെയും പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. മോള് വാ. റീത്ത് അവളുടെ തലയിലൊന്ന് തഴുകി വിളിച്ചതും അവൾ മുഖമൊന്ന് അമർത്തി തുടിച്ച് അവർക്കൊപ്പം താഴേക്ക് ചെന്നു. എന്നാൽ താഴെ ഹാളിലെത്തിയതും മാത്യൂസിനൊപ്പം നിൽക്കുന്ന നിയോണിനെ കണ്ട് അവൾ ഞെട്ടി. മതിയായില്ല നിനക്ക് ഓൾറെഡി. നീയെ കണ്ടതും ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി അവൾക്കടുത്തേക്ക് ചെന്ന് ദേഷ്യത്തിൽ പറയുന്ന ലിയോണിനെ കണ്ടതും നീയൊന്ന് പകച്ചു പോയി. തനിക്കും ഇച്ചായനും ഇടയിൽ നടന്നത് ചാച്ചനെ അറിഞ്ഞു എന്നൊരു ഭയം അവളെ വന്ന് മൂടി. ചാച്ച അവളൊരു വിറയലോട് വിളിച്ചു. പുന്നാര മോളുടെ ഇവിടുത്തെ അഴിഞ്ഞാട്ടം അറിഞ്ഞിട്ടാണോടി എൻ്റെ മമ്മി ആത്മഹത്യ ചെയ്തത്? പറഞ്ഞീ. കലങ്ങിയ കണ്ണുകളുമായി ലിയോൺ നീയക്ക് നേരെ അലറി ചോദിച്ചതും അവൻ്റെ വാക്കുകളിൽ ജീവൻ പോയ പോലെ ഞെട്ടിത്തരിച്ച് നിന്നു നീയ. ജൂലി ആത്മഹത്യ ചെയ്തു. ലിയോണിൻ്റെ വാക്കുകൾ റീത്തക്കും മാത്യൂസിനും ഷോക്കായത് കേട്ടത് വിശ്വസിക്കാനാവാതെ പരസ്പരം നോക്കി. കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേട്ടതുപോലെ നീയ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ കാലുകൾ പതിയെ ലിയോണിനരികിലേക്ക് ചലിച്ചു. എന്താ ചാച്ച പറഞ്ഞത്? എൻ്റെ മമ്മക്ക് എന്ത് പറ്റിയെന്നാ പറഞ്ഞേ? പറ, ഇപ്പൊ എന്താ പറഞ്ഞത് പറ. എരിക്കൈകൾ കൊണ്ടും അവന്റെ ഷർട്ടിൽ ഇറുകെ പിടിച്ചുകൊണ്ട് സമനില തെറ്റിയപ്പോൾ അവൾ അലറി. എന്തിനായിരുന്നു നീയാ ഇതൊക്കെ? എല്ലാവരെയും വെറുപ്പിച്ച് ആരും അറിയാതെ അവനെ പ്രേമിക്കാൻ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? അതുകൊണ്ടല്ലേ അവിടെ നമ്മുടെ മമ്മി. ലിയോണിന്റെ വാക്കുകൾ മുറിഞ്ഞുപോയി. നീ അവനെ മുഖമൊഴുത്തി നോക്കി.
ചാച്ചൻ എന്താ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തെന്നാ? ലിയോൺ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാകാത്ത നിറകണ്ണുകളോട് അവൾ അവനോട് ചോദിച്ചു. അറിയില്ലല്ലേ നിനക്ക്? ഇന്നലെ രാത്രിയിൽ മമ്മി എന്നെ വിളിച്ചിരുന്നു. നിനക്ക് ആൽഫി ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു. വിഷമത്തോടെ എന്നോട് മമ്മി സംസാരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ലടി. ആ കോള ഞാൻ എൻ്റെ മമ്മിയിൽ നിന്നും അവസാനമായി കേൾക്കുന്നതെന്ന്. നിന്റെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് സഹിക്കാൻ പറ്റാതെ അല്ലടി എൻ്റെ മമ്മി പോയത്. കണ്ണീരോടൊപ്പം വെറുപ്പോടിയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടതും തകർന്നു പോയിരുന്നു നീയ. തൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോഴാണോ മമ്മി ഇത് ചെയ്ത്? അത്രയ്ക്ക് താൻ മമ്മിയെ വേദനിപ്പിച്ചു. ഉള്ളുപൊട്ടി ഓർത്തതും നീയക്ക് ശരീരം തളരും പോലെ തോന്നി. അവൾ നെഞ്ചിൽ കൈവച്ച് പുറകോട്ട് വേച്ച് വീണുപോയി. അയ്യോ മോളെ! റീത്ത് ഓടി വന്ന് അവളെ പിടിച്ചു. അപ്പോഴേക്കും നിലത്തേക്ക് ഇരുന്ന് പോയിരുന്നവൾ